ഹലോ, ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഇന്ത്യയിലെ ഹിസ്റ്റോറിക് ആയിട്ടുള്ളൊരു വാഹനമാണ്. കേൾക്കുമ്പോൾ ആൾക്കാർ വിചാരിക്കുക എന്തോന്ന് ഹിസ്റ്റോറിക്കൽ. ഇന്ത്യയിലെ 4 വീലർ ഇലക്ട്രിക് മാർക്കറ്റിനെ സിംഗിൾ ഹാൻഡഡ്ലി ഇപ്പം നമ്മൾ ഈ കാണുന്ന നിലയിലേക്ക് എത്തിച്ച ദ സോൾ റീസൺ ഒരേ ഒരു പേര്, ടാറ്റ നെക്സോൺ. വെൽക്കം ടു ഓൾ തിങ്സ് കൺസിഡേർഡ്. 2020 ജനുവരി 28 നെക്സോൺ EV ടാറ്റ ആദ്യമായി ലോഞ്ച് ചെയ്യുന്നത്. നെക്സോൺ EV ആണ് ടാറ്റയുടെ ആദ്യത്തെ ഹൈ വോൾട്ടേജ് സിപ്ട്രോൺ എന്ന് പറയുന്ന ആർക്കിടെക്ചറിൽ ജനിച്ച ആദ്യ വാഹനം. ലോഞ്ച് ചെയ്ത അന്ന് തൊട്ട് ഇന്ന് വരെ 2026 ഫസ്റ്റ് ക്വാർട്ടർ വരെ ഉദ്ദേശം 1,30,000 യൂണിറ്റ് നെക്സോൺ EVകൾ സെയിലായിട്ടുണ്ട്. ഉദ്ദേശം 81,000 കിലോമീറ്ററോളം ഞാനിപ്പോൾ ഈ നെക്സോൺ EV മാക്സ് ഉപയോഗിച്ച് കഴിഞ്ഞു ഇതിനകം. ഇതെൻ്റെ ഒരു ലോങ് ടേം റിവ്യൂ ആയിട്ട് ഇടാമെന്ന് വിചാരിച്ചെടുത്താണ് ഈ വീഡിയോ കാണുന്ന ചിലരെങ്കിലും ആലോചിക്കുന്നുണ്ടാവും, പാവം ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ആ വണ്ടിയും കൊണ്ട് നടക്കുന്നത്. ഒരുപാട് സർവീസ് സെൻ്ററുകളൊക്കെ കയറി ഇറങ്ങേണ്ടി വന്നിട്ടുണ്ടാവും. സത്യമാണ്. അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ നാട്ടിൽ ഒരു ടാറ്റയുടെ ഇലക്ട്രിക് ആയാലും പെട്രോൾ ഡീസൽ വണ്ടി ആയാലും എടുക്കുമ്പോൾ നല്ലൊരു സർവീസ് സെൻറ്റർ കൂടെ നമ്മൾ കണ്ടുപിടിച്ചതിന് ശേഷം മാത്രമേ എടുക്കാൻ പാടുള്ളൂ എന്നൊരു അഭിപ്രായക്കാരനാണ് ഞാൻ. എല്ലാവർക്കും അറിയുന്ന പോലെ നല്ല ബിൽഡാണ്. തട്ടോ മുട്ടോ ഒന്നും കൊണ്ടെന്ന് പറഞ്ഞ് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. നമുക്ക് ഭയങ്കര സ്ട്രോങ് ആയിട്ടാണ് ബിൽഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. പക്ഷേ എത്ര നല്ല വാഹനമാണെങ്കിലും അതിൻ്റെ സർവീസ് മോശമാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് വാഹനത്തിൻ്റെ ക്വാളിറ്റി അതുപോലെ തന്നെ താഴത്തേക്ക് പോകും. ഏതായാലും ഇവിടുന്ന് വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് ഇവൻ്റെ സീറ്റിംഗ് പോസ്ചർ ഒന്ന് കാണിക്കാം എന്ന് കരുതി. ഞാൻ സീറ്റ് ഓൾ ദ വേ ബാക്ക് ഇട്ടാണ് ഇരിക്കാറ്. ഇതാണ് എൻ്റെ ഒരു ഡ്രൈവിംഗ് പോസ്ചർ എന്ന് പറഞ്ഞാൽ വെരി കംഫർട്ടബിൾ. നോട്ട് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്, അത് ഞാൻ നെഗറ്റീവ്സിൻ്റെ സെക്ഷനിൽ വരുമ്പോൾ പറയാം. വെരി വെരി കംഫർട്ടബിൾ. വെൻറ്റിലേറ്റഡ് സീറ്റ്സ് ഉണ്ട്, അതിൻ്റെ ബട്ടൺസ് ഇവിടെ ഉണ്ട്, പറയാം, അതിനെക്കുറിച്ചും പറയാം. മാനുവലി അഡ്ജസ്റ്റബിൾ, ഹൈറ്റ് അഡ്ജസ്റ്റബിൾ ആണ്. റിക്ലൈനും ഫ്രണ്ട് ടു ബാക്ക് മൂവ്മെൻറ്റ് അഡ്ജസ്റ്റബിൾ എല്ലാം മാനുവലാണ്, നോ ഇലക്ട്രിക് അഡ്ജസ്റ്റ്. പാസഞ്ചർ സീറ്റിന് ഹൈറ്റ് അഡ്ജസ്റ്റ് ഇല്ല, ജസ്റ്റ് ഫ്രണ്ട് ആൻഡ് ബാക്ക് റിക്ലൈനിങ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതാണ് എൻ്റെ ഡ്രൈവിംഗ് പൊസിഷൻ. അപ്പോൾ ഐ ആം 5'10". അപ്പോൾ എൻ്റെ നേരെ പിന്നിൽ എൻ്റെ അതേ ഹൈറ്റുള്ള ഒരാളിരുന്നാൽ എങ്ങനെ ഇരിക്കുമെന്ന് നമുക്ക് നോക്കാം. പാസഞ്ചർ സീറ്റിനും വെൻറ്റിലേഷൻ ഫങ്ഷൻ ഉണ്ട്. ഞാൻ സീറ്റൊന്നും അഡ്ജസ്റ്റ് ചെയ്തിട്ടില്ല. വളരെ ചുരുക്കമാണ് ഞാൻ ഈ വണ്ടിയുടെ ബാക്ക് സീറ്റിലിരിക്കാറ്. ഹെഡ് റെസ്റ്റൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചാൽ അണ്ടർ തൈ സപ്പോർട്ട് കാണാൻ പറ്റുന്ന പോലെ തന്നെ അല്പം കമ്മിയാണ്. പിന്നെ വേണമെങ്കിൽ കാല് നമുക്ക് കുറച്ച് മുന്നിലേക്ക്, അതായത് ഡ്രൈവർ സീറ്റിൻ്റെ അടിയിലേക്ക് നമുക്ക് ഇങ്ങനെ കയറ്റി വെക്കാം. എന്നാലും ഓക്കെ, അല്ലാതെ എക്സ്ട്രീംലി കംഫർട്ടബിൾ എന്ന് പറയാനുള്ള ക്വാളിറ്റി ഒന്നുമില്ല. നീ റൂം ആണെങ്കിലും ആഡിക്വേറ്റാണ്, നമുക്ക് ഒരുപാട് ഗംഭീരം എന്ന് പറയാനൊന്നുമില്ല. പക്ഷേ സീറ്റിൻ്റെ മെറ്റീരിയൽ ഇച്ചിരി ഫേം ആയതുകൊണ്ട് തന്നെ ലോങ് ഡ്രൈവ് പോകുമ്പോൾ ഒരു കുഴപ്പമൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല. കാരണം ഇപ്പോൾ ഈ വണ്ടി ഇത്രയും നാളായിട്ട് നമ്മൾ ഫാമിലിയായിട്ട് തന്നെ ഉപയോഗിക്കുന്നത്, ആരും അങ്ങനെ ബാക്കിൽ ഇരുന്നിട്ട് പരാതിയൊന്നും പറഞ്ഞിട്ടില്ല. സെൻറ്റർ ഒരു കപ്പ് ഹോൾഡർ വിത്ത് ആംറസ്റ്റ് വിത്ത് കപ്പ് ഹോൾഡർ ഉണ്ട്. 3 point സീറ്റ് ബെൽറ്റ്സ് ഉണ്ട്. സെൻട്രൽ പാസഞ്ചറിനും ഉണ്ട്. അത് 3 point അല്ല, ബേസിക്കലി അത് 2 point ആണ്. സെൻറ്റർ മാത്രമേ ഉണ്ടാവുള്ളൂ, അത് യൂസ് ചെയ്യാറില്ല. ബാക്കിൽ 2 പേര് ഇരിക്കാറുള്ളൂ അറ്റ് മാക്സ്. വന്നിട്ട് ഇവിടെയാണ് ബൂട്ട് ഓപ്പൺ ചെയ്യുന്ന ബട്ടൺ. നമുക്ക് അകത്തുനിന്ന് ഓപ്പൺ ചെയ്യാം. ഇലക്ട്രോണിക്കലി ആക്ച്വേറ്റഡ് ആണ്. അതിൽ പ്രസ് ചെയ്യുക. മാനുവൽ റിലീസാണ്, മോട്ടറൈസ്ഡ് അല്ല. 350 ലിറ്ററിൻ്റെ ബൂട്ട് സ്പേസ് ഉണ്ട്. ഇത് കമ്പനിയുടെ സ്ലോ ചാർജറാണ്.
3.3 കിലോവാട്ട്സിൻ്റെ. ഇതൊരു പങ്ക്ചർ റിപ്പയർ കിറ്റാണ്. അതിൻ്റെ ഉള്ളിലൊരു എയർ കംപ്രസറും ഉണ്ട്, സ്പെയർ വീലുണ്ട്, ജാക്ക് സെറ്റ് കാര്യങ്ങളെല്ലാം അവിടെ തന്നെ ഉണ്ട്. സ്പെയർ വീല് അലോയി അല്ല, സ്റ്റീൽ വീലാണ്. ബാക്കിൽ വൈപ്പർ, അതിൻ്റെ വാഷർ, ജെറ്റ് ഇത് ഇവിടെ നിന്നാണ് വരുന്നത്. ഹൈ മൗണ്ടഡ് സ്റ്റോപ്പ് ലാമ്പ് ഉണ്ട്. റിവേഴ്സ് ക്യാമറ ബ്യൂട്ടിഫുള്ളി ഇൻ്റഗ്രേറ്റഡ് ആണ്. ഇതിനകത്ത് ഒരു ഡിസ്റ്റൻസ് നോക്കിയാൽ കാണത്തു പോലുമില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഒരു പ്രാക്ടിക്കൽ സൈഡ് വരുന്നത്. ചാർജിങ് പോർട്ട് വന്നിട്ട് റെഗുലർ ഫ്യൂൽ ഫില്ലിംഗ് പോർട്ടിൻ്റെ അവിടെ തന്നെയാണ് വരുന്നത്. അത് ഓപ്പൺ ചെയ്യാനായിട്ട് നമുക്ക് ഡ്രൈവർ സൈഡ് ഡോറിൻ്റെ താഴെ, സീറ്റിൻ്റെ താഴെ ഇത് ഇവിടെ ഇങ്ങനെ പുള്ളി ചെയ്യുക. നമ്മുടെ സാധാരണ ഫ്യൂവൽ ലിഡ് ഓപ്പൺ ആവുന്ന പോലെ തന്നെ ഓപ്പൺ ആവുന്നു. CCS2 ആണ്. RF വാണ്ടറർ ഇക്കോട്രഡ് ടയേഴ്സാണ് ഇതിൽ സ്റ്റോക്ക് വരുന്നത്. സ്റ്റോക്ക് ടയേഴ്സ് തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. ഇത് EVക്ക് വേണ്ടി സ്പെഷ്യലൈസ്ഡ് നിർമ്മിച്ചിട്ടുള്ളതാണ്. 215/60R16 ആണ് ടയർ സൈസ് വരുന്നത്. 16 ഇഞ്ചാണ്. ബാക്കി നമുക്ക് അകത്തിരുന്ന് സംസാരിക്കാം. ഇതാണ് ഇവൻ്റെ സ്റ്റിയറിംഗ് വീല് വരുന്നത്. ഇതിൽ തന്നെ നമുക്ക് മീഡിയ കൺട്രോൾസ് ഉണ്ട്, നമുക്ക് സോഴ്സ് മാറ്റാനുള്ള ബട്ടൺ ഉണ്ട്, കോൾ അക്സെപ്റ്റ്, ഡിക്ലൈൻ, ഇത് മ്യൂട്ട് സ്വിച്ചുമാണ്. പിന്നെ ഇതിൽ ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഗൂഗിൾ അസിസ്റ്റൻറ്റിനെ സമൺ ചെയ്യാൻ പറ്റും. ടാറ്റയുടെ എല്ലാ വണ്ടിക്കും ഉള്ളതുപോലെ തന്നെ ഹോൺ സെൻറ്ററിലല്ല, 2 സൈഡിൽ നമുക്കിങ്ങനെ തമ്പ് കൊണ്ട് തന്നെ പ്രസ് ചെയ്യാൻ പറ്റും. അതൊരു വലിയൊരു കംഫർട്ടാണ്. പഴയ മാരുതി 800 ഉണ്ടായിരുന്നൊരു ഫീച്ചറാണ്. പിന്നെ സ്റ്റിയറിങ്ങിനെ കുറിച്ച് പറഞ്ഞാൽ സ്റ്റിയറിങ് ഫുള്ളി ലെതർ റാപ്ഡാണ്. അതിൽ ഹൈലൈറ്റ് സ്റ്റിച്ചിങ് ആയിട്ട് ബ്ലൂ കളറാണ് കൊടുത്തിരിക്കുന്നത്. ഈ സൈഡിൽ ഇത് ക്രൂസ് ആക്ടിവേറ്റ് ചെയ്യാനുള്ള ബട്ടണാണ്, ഇത് ക്രൂസ് ക്യാൻസൽ ചെയ്യാനുള്ള ബട്ടണാണ്, ഇത് ക്രൂസ് കൺട്രോൾ സെറ്റ് ചെയ്യാനുള്ള ബട്ടണാണ്, ഇത് സ്പീഡ് എന്നിട്ട് മൈനസ് ചെയ്യുക പ്ലസ് ചെയ്യുക റെഗുലർ പോലെ. ഇത് നമുക്ക് ട്രിപ്പ് കമ്പ്യൂട്ടറിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്യാനുള്ള ബട്ടണാണ്. ട്രിപ്പ് മാറ്റി എടുക്കാം. സെറ്റിങ്സിൽ പോയിട്ട് TPMS കാര്യങ്ങളൊക്കെ റീസെറ്റ് ചെയ്യുന്നതിൻ്റെ ബേസിക് ഫങ്ഷൻസ് മാത്രം. സ്പീഡോമീറ്റർ കൺസോളിനെ കുറിച്ചാണ്. ഒരു പാർട്ട് ഡിജിറ്റൽ പാർട്ട് അനലോഗ് ക്ലസ്റ്ററാണ് കൊടുത്തിരിക്കുന്നത്. ഇത് എന്തിനാണ് കൊടുത്തിരിക്കുന്നതെന്ന് ചോദിച്ചാൽ അറിയില്ല. ഇത് ഫുൾ ഡിജിറ്റലാക്കിയിരുന്നതിൽ ഇവർക്ക് എന്ത് എക്സ്പെൻസ് വരുമെന്നും അറിയില്ല. ബട്ട് സ്റ്റിൽ നമ്മൾ ആൻഡ്രോയിഡ് ഓട്ടോ കാര്യങ്ങൾ കണക്ട് ചെയ്യുമ്പോൾ ഇവിടെ ഈ മുകളിൽ ഭാഗത്തായിട്ട്, ആ ഭാഗത്തായിട്ട് നമുക്ക് ടേൺ ബൈ ടേൺ നാവിഗേഷനും ഡയറക്ഷൻസും കാര്യങ്ങളൊക്കെ കാണിച്ചു തരും, വിച്ച് ഈസ് ഹാൻഡി. ഇതാണ് ഇവൻ്റെ ഒരു ടച്ച് സ്ക്രീൻ ഇൻഫോർടൈൻമെൻറ്റ് വരുന്നത്. വളരെ ബേസിക് ആയിട്ടുള്ള, അങ്ങനെ പറയത്തക്ക ഫീച്ചേഴ്സൊന്നുമില്ല. ഒരു മൈൽഡ് ലാഗും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ടിപ്പിക്കൽ ഓൾഡ് ടാറ്റ ക്വാളിറ്റിയാണ്. പക്ഷേ എടുത്തു പറയേണ്ട ഒരു കാര്യം ഇവൻ്റെ 8 സ്പീക്കർ ഹാർമൻ കാർഡൻ്റെ സൗണ്ട് സിസ്റ്റമാണ്. ഇത് എത്രത്തോളം ഈ മൈക്ക് പിക്ക് ചെയ്യുമെന്ന് എനിക്കറിയില്ല. നമുക്ക് സൗണ്ട് സിസ്റ്റം വന്നിരിക്കുന്നത് ഹാർമൻ്റെ തന്നെയാണ്. ഹാർമൻ്റെ ഈ യൂണിറ്റും ഇതിൻ്റെ ഇൻ്റർഫേസും എല്ലാം ഹാർമൻ്റെ തന്നെയാണ്. ഇതിൽ ടാറ്റയുടേതായിട്ട് ആഡ് ചെയ്തിരിക്കുന്നത് 1-2 കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അതായത് ഇതിനകത്തൊരു വലിയൊരു മേജർ ഫീച്ചറായിട്ട് എനിക്ക് പറയാനുള്ളത്, ഇത് ഇറങ്ങിയ സമയത്ത് വേറെ അധികം വണ്ടികളിലൊന്നും ഇല്ലാത്തൊരു കാര്യമായതുകൊണ്ടാണ് ഹൈലൈറ്റ് ചെയ്ത് പറയുന്നത്. ക്യാബിൻ എയർ ക്വാളിറ്റി, അതായത് ടിപ്പിക്കൽ നമ്മുടെ എയർ പ്യൂരിഫയർ എന്നൊക്കെ പറയില്ലേ, അതാണ്. PM 2.5ൻ്റെ എയർ പ്യൂരിഫിക്കേഷനാണ് ഇതിലുള്ളത്. കാണിക്കുന്ന റീഡിംഗ് ഒന്നും നോക്കുകയൊന്നും വേണ്ട, അതൊക്കെ കോമഡിയാണ്. പക്ഷേ ഗെറ്റ്സ് ദ ജോബ് ഡൺ. ഗിയർ വരുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് ഓട്ടോ വൈപ്പേഴ്സിനുള്ള അഡ്ജസ്റ്റ്മെൻറ്റ്, വൈപ്പറിൻ്റെ സ്പീഡ് അഡ്ജസ്റ്റ്മെൻറ്റ്, ഇത് റിയർ വൈപ്പർ വാഷറിനുള്ള സ്വിച്ചാണ്. റൈറ്റ് സൈഡിൽ വരുമ്പോൾ ഇത് ഹെഡ്ലൈറ്റിന് ലെവൽ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള
ബട്ടൺ, ഒരു റിങ്ങാണ്. ഇത് ഹെഡ്ലൈറ്റിന് ഓട്ടോ ഹെഡ് ലാമ്പ്, ഓഫ്, പാർക്ക്, ഹെഡ് ലാമ്പ്സ് എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റും കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സാധനം ഒരു തവണ നമ്മൾ സെറ്റ് ചെയ്താൽ പിന്നെ തൊടാറ് പോലും ഇല്ല. എന്നിട്ട് ഫോഗ് ലാമ്പിൻ്റെ സ്വിച്ച് കൊണ്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ടിപ്പിക്കൽ ടാറ്റ. പെൻസിൻ്റെയൊക്കെ പ്ലേസ്മെൻറ്റ് ഇവിടെയാണ്. ഒരു നല്ലൊരു പാറ്റേൺ ആണ് ഡാഷ്ബോർഡിൽ കൊടുത്തിരിക്കുന്നത്. അതൊരു ഇലക്ട്രിക്കിന് വേണ്ടിയിട്ട് പ്രത്യേകം അവർ കൊടുത്തിരിക്കുന്ന ഒരു പാറ്റേൺ ആണ്. AC വെൻസൊക്കെ നല്ല എഫക്റ്റീവാണ്, AC നല്ല എഫക്റ്റീവാണ്. ഇവിടെയാണ് ഫാൻ സ്പീഡ് കൺട്രോളർ വരുന്നത്, ഇവിടെയാണ് ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് വരുന്നത്. സിംഗിൾ സോൺ ക്ലൈമറ്റ് കൺട്രോളാണ്. ഇത് ഹിൽ ഡിസൈൻ കൺട്രോളിനുള്ള ബട്ടണാണ്, ഒരിക്കലും ഉപയോഗിച്ചിട്ടില്ല. ഇത് ഫോഗ് ലാമ്പിനുള്ള ബട്ടണാണ്. ഇത് നമ്മുടെ ചാർജിങ്ങിൻ്റെ ഗണ്ണ് ഊരാൻ പറ്റുന്നില്ലെന്നുണ്ടെങ്കിൽ ഇത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആക്ച്വേറ്റർ റിലീസ് ചെയ്യും. നമ്മുടെ കാറ് ലോക്ക് അൺലോക്ക് ചെയ്യാനുള്ള ബട്ടണാണ്. ഇത് ഇൻസൈഡ് ബൂട്ട് റിലീസിനുള്ള ബട്ടണാണ്. ഇലക്ട്രോണിക്കലി ഡിമ്മിങ് ഇൻസൈഡ് റിയർ വ്യൂ മിററാണ് വരുന്നത്. സൈഡ് വ്യൂ മിറേഴ്സ് റെഗുലർ സൈഡ് വ്യൂ മിറേഴ്സാണ്. പവർ അഡ്ജസ്റ്റബിൾ ആണ്. അതിനുള്ള നോബ് കാര്യങ്ങൾ ഇവിടെ വരുന്നു. ഓട്ടോ ഫോൾഡിങ് ഫംഗ്ഷനും ഉണ്ട്. വണ്ടി ലോക്ക് അൺലോക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഓട്ടോ ഫോൾഡിങ് ഫംഗ്ഷൻ വരുന്നുണ്ട്. നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ ഒരു പ്രോപ്പർ ഡെഡ് പെഡൽ ഏരിയ കൊടുത്തിട്ടുണ്ട്. പെഡലായിട്ടില്ല, പക്ഷെ അവിടെ ഒരു നമുക്ക് കാല് വെക്കാനുള്ള ഒരു ആമ്പിൾ സ്പേസ് കൊടുത്തിട്ടുണ്ട്. സ്പേസിങ് ഒക്കെ കറക്റ്റാണ്. നമുക്ക് ഇത്തിരി ഹൈറ്റ് ഉള്ളവരുടെ കാര്യമാണ് ഈ പറയുന്നത്. ഈ സൈഡിലെ ഈ ഒരു കോൺസോള് നമ്മുടെ കാലിലേക്ക് വല്ലാതെ ഇൻട്രൂഡ് ചെയ്യും. നമുക്കൊന്ന് ഇപ്പുറത്തെ സൈഡിലേക്ക് നമുക്ക് കുറേ കൂടെ സ്ഥലമുണ്ട്, പക്ഷെ നമുക്ക് ഒന്ന് സ്ട്രെച്ച് ഔട്ട് ചെയ്യാനുള്ളൊരു പ്ലേസ് ഇല്ല ഇവിടെ. ഇതിൻ്റെ ഒരു ഗിയർ സെലക്ടർ എന്ന് പറയുന്നത്. നമ്മൾ ബ്രേക്ക് ഫുള്ളായിട്ട് ഡാബ് ചെയ്യുക, റിവേഴ്സ്, ന്യൂട്രൽ, ഡ്രൈവ്. പിന്നെ ഇത് സിറ്റി മോഡ്, ഇത് ഈക്കോ മോഡ്, ഇത് സ്പോർട്സ് മോഡ്. ഇലക്ട്രോണിക് ഹാൻഡ് ബ്രേക്കാണ്. കൂടാതെ ഓട്ടോ ഹോൾഡ് ഫംഗ്ഷനും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് റീജൻ്റെ ലെവൽ അഡ്ജസ്റ്റ് ചെയ്യുന്ന ബട്ടണാണ്. ഇത് മൈനസ്, ഇത് പ്ലസ്. ഇവിടെ നമുക്കൊരു 15 വാട്ട്സ് വയർലെസ് ചാർജിങ് പാഡും വരുന്നുണ്ട് ഇവിടെ തന്നെ. പിന്നെ ഇതിനകത്ത് ഒരു 12 വോൾട്ടിൻ്റെ ഔട്ട്ലെറ്റ് കൊടുത്തിട്ടുണ്ട്. ഇത് ആൻഡ്രോയിഡ് ഓട്ടോ വയർലെസ് ആക്കാൻ വേണ്ടി ഞാൻ വാങ്ങി വെച്ചൊരു അഡാപ്റ്ററാണ്. അത് വണ്ടിയുടെ എക്സ്ട്രാ ഫീച്ചേഴ്സ് ഞാൻ ആഡ് ചെയ്തിരിക്കുന്നത് പറയുന്ന കൂട്ടത്തിൽ പറയാം. റിയർ സീറ്റിലും ഒരു പവർ ഔട്ട്ലെറ്റ് കൊടുത്തിട്ടുണ്ട്. ഇതാ അവിടെയായിട്ട് സെൻറ്ററിൽ വന്നിട്ടൊരു ബേജ് കളർ ഒരു ആംറസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അത് മാഗ്നറ്റിക്കാണ്. ഓപ്പൺ ചെയ്യുമ്പോൾ അതിൻ്റെ ഉള്ളിൽ സ്റ്റോറേജ് ഉണ്ട്. സ്പ്രിംഗ് ലോഡലാണ്. നമ്മൾ ജസ്റ്റ് ഓപ്പൺ ചെയ്ത് കൊടുത്താൽ അതിന് പോയിക്കോളും. ക്ലോസ് ചെയ്യുക. പിന്നെ ടിപ്പിക്കൽ ഇന്ത്യൻ വീടുകളിലെ പോലെ തന്നെ നമ്മൾ സീറ്റുകളൊക്കെ നല്ല ടർക്കിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ സീറ്റൊക്കെ സ്റ്റിൽ മിൻറ്റി ഫ്രഷാണ്. ഇപ്പോഴും 81,230 കിലോമീറ്റർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഡ്രൈവർ ഡോറിൽ, പാസഞ്ചർ ഡോറിൽ ഫ്രണ്ടിൽ ഒരു അംബ്രല്ല ഹോൾഡർ വരുന്നുണ്ട്. ഇതൊരു ടൂൾ ബോക്സാണ്. നമ്മുടെ തുണി, ക്ലീനിങ് ക്ലോത്ത്, പിന്നെ ഈ വൈസർ, പിന്നെ ഒരു ലിറ്ററിൻ്റെ ബോട്ടിലൊക്കെ കംഫർട്ടബിളായിട്ടിരിക്കും. അതിന് മുകളിലേക്ക് എന്തെങ്കിലും വെക്കണമെന്ന് വിചാരിച്ചാൽ നടക്കില്ല. സ്വിച്ച് ഗിയറിൻ്റെ ക്വാളിറ്റിയൊക്കെ ആവറേജാണ്. പഴയ നമ്മുടെ ഇൻഡിക്ക, വിസ്ത, ഇല്ലെങ്കിൽ ബോൾട്ട്, സെസ്റ്റ് അതിൻ്റെയൊക്കെ കാലത്തിറങ്ങിയ അതിന് മുമ്പുള്ള സ്വിച്ച് ഗിയറാണെന്ന് തോന്നുന്നു. സ്റ്റിൽ വൺ ടച്ച് കറക്റ്റായിട്ട്. ഈ വൺ ടച്ച് എന്ന് പറയുന്നത് ഭയങ്കര കോമഡിയാണ്. കാരണം റെഗുലർ വൺ ടച്ച് എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ തൊട്ടിട്ട് വിട്ട് വർക്ക് ചെയ്യണം. ഇതിൽ വൺ ടച്ചല്ല, ഇതിൽ വൺ കുത്താണ്. ബാക്കിലെ ഡോറിൽ വന്നിട്ട് നമുക്കിത് ഇതുപോലെ 1 ലിറ്ററിൻ്റെ ബോട്ടിൽ ഇങ്ങനെ കിടത്തി വെക്കാം. അത്രേ ഉള്ളൂ. അതിനുള്ള സ്പേസേ അതിനുള്ളുള്ളൂ. വളരെ കുറവാണ് സ്പേസ്. അതുമല്ല കപ്പ് ഹോൾഡേഴ്സ് എന്ന് പറയുന്നൊരു സാധനം ഈ കാറിലില്ല. അത് കാണിച്ചു തരാം. കപ്പ് ഹോൾഡറിൻ്റെ പ്ലേസ്മെൻറ്റ് കാണിച്ചു തരാം. ബാക്കിൽ 2 AC വെൻ്റ് വരുന്നുണ്ട്. ഒരു പാർസൽ ട്രേ വരുന്നുണ്ട്. ഇതാണ് നമ്മുടെ സർവൈലൻസ് ക്യാമറയുടെ ഡാഷ് ക്യാമിൻ്റെ റിയർ ക്യാമറ. ഇത് നമ്മുടെ ഗ്ലൗ ബോക്സ് ഓപ്പൺ ചെയ്യുന്ന ഒരു ഇതായിരിക്കുന്നത്. ഇവിടെയാണ് കപ്പ് ഹോൾഡർ വെച്ചിരിക്കുന്നത്. ഇതിലാര് കപ്പ് വെച്ച് ചായ കുടിക്കുന്നത് എനിക്ക് മനസ്സിലാത്തത്. നമ്മളൊരു കാറ് വാങ്ങുമ്പം നമ്മുടേതായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ ചെയ്യുമല്ലോ. അതിനായിട്ട് ചെയ്തിട്ടുള്ളൊരു കാര്യമാണ് ഒരു ആംബിയൻ ലൈറ്റ്. ബ്ലൂടൂത്ത് കൺട്രോൾ എനേബിൾഡ് ആണ്.
ആംബിയൻ ലൈറ്റ് സെറ്റപ്പ്, ഫ്രണ്ട് ഡോറ്, ഡാഷ് പാഡ്, ബാക്കിലെ ഡോറ് എല്ലായിടത്തും വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൺട്രോൾസ് വരുന്നത് ഇവിടെയാണ്. ഇത് ബ്രൈറ്റ്നസ് കൺട്രോളാണ്. ഇത് വന്നിട്ട് കളർ മാറ്റാൻ താഴത്തെ ബട്ടൺ. നമുക്ക് ബ്ലൂടൂത്ത് വഴി ഇതിൻ്റെ കളേഴ്സ് നമുക്ക് ചേഞ്ച് ചെയ്യാം. ഇതിനകത്ത് കുറച്ച് പ്രീസെറ്റ് ആയിട്ടുള്ള കളേഴ്സ് ഉണ്ട്, അത് മാത്രമേ ഉള്ളൂ. എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മുടെ നാട്ടിൽ ഏതൊരു പുതിയ വാഹനം വാങ്ങിച്ചാലും നമ്മൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യമാണ് ഒരു ഡാഷ് ക്യാം വെക്കുക എന്നുള്ളത്. ഇത് സൗണ്ട്സ് എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ ആമസോണിൽ നിന്ന് വാങ്ങിയതാണ്. ഇത് നമ്മുടെ കാറിൽ ഇപ്പോൾ ആൻഡ്രോയിഡ് ഓട്ടോ ഉണ്ട്, ആപ്പിൾ കാർപ്ലേ ഉണ്ട്. അത് വയേർഡ് ആണെങ്കിൽ വയേർഡ് ഫങ്ഷണാലിറ്റി ഉള്ള വെഹിക്കിൾസിന് മാത്രം നമുക്ക് ഈ ഒരു സാധനം ഏതാണോ USB പോർട്ട് നമ്മൾ ആൻഡ്രോയിഡ് ഓട്ടോയ്ക്ക് വേണ്ടി കണക്ട് ചെയ്യുന്നത് അതിലേക്ക് കണക്ട് ചെയ്യുക. ഇതുമായിട്ട് ഒരു തവണ പെയർ ചെയ്യുക, ദെൻ ഫോർഗെറ്റ് ഇറ്റ്. നമുക്കിതിൽ കമ്പനി വരുന്നത് ഹാലജൻ ബൾബ്സാണ്, ഗുഡ് ഫോർ നത്തിങ് ആണ്. അത് നമ്മൾ എടുത്തപ്പോൾ തന്നെ അതിനകത്ത് LEDs കൺവേർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. വിത്തിൻ ലിമിറ്റ്സ് ആണ്, വാട്ടേജൊക്കെ വിത്തിൻ ലിമിറ്റ്സ് ആണ്, ലീഗൽ ലിമിറ്റ്സ് ആണ്. ഫോഗ് ലാംപ്സും നമ്മൾ LED കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. ഇതൊരു ഗ്രിൽ ലാമ്പാണ്, ചിലർ വെക്കുന്ന കണ്ടിട്ടുണ്ട്, അതെൻ്റെ സന്തോഷത്തിന് വേണ്ടി വെച്ചാണ്. അപ്പോൾ ഈ വൈറ്റ് ഹെഡ്ലൈറ്റിന് ഒരേ ഒരു പ്രോബ്ലം ഉള്ളൂ, മഴയോ മഞ്ഞോ ഒക്കെ വന്നു കഴിഞ്ഞാൽ ഈ വെള്ള തോർത്ത് വിരിച്ച പോലെ ഇരിക്കും, നമുക്കൊന്നും കാണത്തില്ല. അപ്പം ഈ മഞ്ഞ കളർ ലൈറ്റ് ഭയങ്കര ഹാൻഡിയാണ്. ഇതിങ്ങനെ ഇരിക്കുന്നതെന്ന് വിചാരിക്കേണ്ട, ഇവ നല്ല പവർഫുള്ളാണ്. ഇതിൽ വൈറ്റ് ലൈറ്റും അവൈലബിൾ ആണ്. ഒന്ന് സ്വിച്ച് ഒന്ന് ഫ്ലിക്ക് ചെയ്ത് ഓഫ് ചെയ്താൽ വൈറ്റ് ലൈറ്റും പിന്നെ യെല്ലോയും വൈറ്റും കൂടെ കത്തും. നെക്സോണിൻ്റെ ഇലക്ട്രിക് വരുന്ന മോഡലിനകത്ത് അവർ ഫോഗ് ലാമ്പ്സ് റിയറിൽ കൊടുക്കാറില്ല. അപ്പം ഞാനൊരു ഫോഗ് ലാമ്പ് ആഡ് ചെയ്തു. ഇപ്പം വെട്ടം കാണുന്നില്ല, നല്ല വെയിലുള്ളതുകൊണ്ട് അത്യാവശ്യം വെട്ടമുണ്ട്, കാണാനും നല്ല ഭംഗിയാണ്. അവിടെ ആ ഒരു empty പ്ലാസ്റ്റിക് ഇട്ട് അടയ്ക്കുന്നതിനേക്കാൾ എന്തുകൊണ്ടും നല്ലത് ഈ പറഞ്ഞ പോലെ ഒരു ഫോഗ് ലാമ്പാണ്. വേറെ ഫോഗ് ലാമ്പിൻ്റെ ബട്ടണാണ് ഈ കാണുന്നത്. ഞാൻ തന്നെ ആഡ് ചെയ്തതാണ്. ഒരു വെടിയും വേണ്ട, എല്ലാ ഫ്യൂസ് റിലേസ് കാര്യങ്ങളൊക്കെ വെച്ചായിരിക്കുന്നത്. നമുക്ക് പ്രസ് ചെയ്യുമ്പോൾ ഒരു ലൈറ്റും കത്തും, ബാക്കിലെ ഫോഗ് ലാമ്പും വീഴും. ഇതാണ് ആംബിയൻ ലൈറ്റിൻ്റെ, അത് കടയിൽ നിന്ന് ചെയ്തതാണ്. ഇതാണ് ഫ്രണ്ടിൽ നമ്മൾ വെച്ചിരിക്കുന്ന അഡീഷണൽ ഫോഗ് ലാമ്പിൻ്റെ സ്വിച്ച്. ഇതിൽ ഞാൻ ഗർവാരയുടെ ഒരു 50% വിസിബിലിറ്റിയുടെ സൺഫിലിം അടിച്ചിട്ടുണ്ട് 4 വിൻഡോയിലും. ബാക്കിൽ 70% വിസിബിലിറ്റിയുടെ ഫിലിമാണ് അടിച്ചിരിക്കുന്നത്. ഈ സ്മൈലിംഗ് ഫേസിൻ്റെ ആ ഒരു സാധനം ഒരു EV ബ്ലൂ ആയിരുന്നു, കളിപ്പാട്ടം പോലെ തോന്നിയതുകൊണ്ട് അതും ബ്ലാക്ക് കൺവേർട്ട് ചെയ്തു. ഇതിന് ഈ ഫോഗ് ലാമ്പിൻ്റെ സറൗണ്ടിനും ഒരു ബ്ലൂ കളറായിരുന്നു, അത് ബ്ലാക്ക് മാറ്റി. ഈ ഡോറിൻ്റെ സൈഡിൽ കൂടെ പോകുന്ന ആ ഒരു ഗ്ലോസി ബ്ലാക്ക് ഇപ്പോൾ ഈ കാണുന്ന സ്ട്രിപ്പ്, അത് ഈ ഒരു ബ്ലൂ ആയിരുന്നു, അത് ഞാൻ ബ്ലാക്ക് പെയിൻറ്റ് ചെയ്യിച്ചു. പിന്നെ ബാക്കിൽ ഈ ഒരു എക്സ് ഫാക്ടർ എന്ന് ടാറ്റ വിളിക്കുന്ന ആ ഒരു പീസ്, അത് ഞാൻ ബ്ലാക്ക് പെയിൻറ്റ് ചെയ്യിച്ചു. ഇറ്റ്സ് വന്നിട്ട് എയറോ ട്വിൻസ് ആണ്, സ്റ്റോക്ക് വരുന്ന വൈപ്പേഴ്സ് തന്നെയാണ്. നമുക്കൊരു ഡ്രൈവ് പോയിട്ട് വരാം. വാഹനത്തിൻ്റെ ഡ്രൈവിംഗ് കംഫർട്ടിനെ കുറിച്ച് പറയുമ്പോൾ നല്ല കംഫർട്ടബിളാണ്. നമ്മൾ എത്ര യാത്ര ചെയ്താലും നമുക്കൊരു ക്ഷീണം തോന്നത്തില്ല. പാർട്ട്ലി ഡൗൺ ടു ദ EV ഇക്വേഷൻ. ഒരു എൻജിൻ നോയ്സ് ഇല്ല, വൈബ്രേഷൻ ഇല്ല, ഹാർഷ്നെസ് ഇല്ല, അങ്ങനത്തെ ഒരു സാധനങ്ങളും ഇല്ലാത്തതുകൊണ്ട് തന്നെ യാത്രാസുഖം നല്ലതാണ്. ഈക്കോ മോഡിലാണ് കിടക്കുന്നത്. കാല് കൊടുത്താൽ ഇങ്ങനെ കയറും. ഇതൊന്ന് സ്പോർട്സ് മോഡിലിട്ട് നോക്കാം. സേഫ് ആണെന്ന് ഉറപ്പ് വരുത്തിയിട്ട് ഞാനിതിൻ്റെ ആക്സിലറേഷൻ POV ഒന്ന് കാണിച്ചു തരാം. 3, 2, 1. അണ്ടർ 40 ആണ് പോകുന്നത്. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഓവർടേക്ക് ചെയ്യണം എന്ന് തോന്നിയാൽ ഓക്കെ, ദാറ്റ് ഈസ് 80.
അപ്പോൾ അത്രയും പവർഫുള്ളാണ്. അതുകൊണ്ട് ഈ വീടെ ബോണറ്റിൻ്റെ ഉള്ളിൽ ഇങ്ങനെയാണ് ഇരിക്കുക. ഒരു വലിയൊരു പ്ലാസ്റ്റിക് കവർ കൊണ്ട് എല്ലാം കവേർഡാണ്. അതാണ് നമ്മുടെ വൈപ്പറിൻ്റെ വാഷർ ഫ്ലൂയിഡ് നിറയ്ക്കുന്ന ആ ഒരു റിസർവെയർ. നെക്സോൺ EV മാക്സ് ആണ് ആദ്യമായി ഇറങ്ങിയ റിയർ ഡിസ്ക് ബ്രേക്കുള്ള നെക്സോൺ ഇലക്ട്രിക്. നമുക്കൊരു സൈഡിൽ നിന്ന് അങ്ങ് തുടങ്ങാം. ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഹെഡ്ലൈറ്റ് അസംബ്ലി വരുന്നത്. ഒരു DRLാണ്. അത് തന്നെയാണ് നമ്മുടെ ഇൻഡിക്കേറ്റേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നത്. പ്രൊജക്ടർ ലോ ബീംസിനൊരു പ്രൊജക്ടർ സെറ്റപ്പും ഹൈ ബീം റിഫ്ലക്ടറുമാണ്. ഫോഗ് ലാമ്പ് താഴെ വരുന്നുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ഇതെല്ലാം നമ്മൾ LED കൺവേർട്ട് ചെയ്താണ്. ഇതിനകത്ത് കിടക്കുന്ന സ്റ്റോക്ക് ബൾബിന് യാതൊരു ക്വാളിറ്റി ഇല്ലാത്തതുകൊണ്ട് നമ്മളതെല്ലാം മാറ്റി. 200 mm ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നുണ്ട്. 40.5 kWh ഇവൻ്റെ ബാറ്ററി വരുന്നത്. നമുക്ക് AC ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടഡ് ആണ്. 7.2 kW ഒരു ഹോം ഫാസ്റ്റ് ചാർജർ നമുക്ക് ബണ്ടിലായിട്ട് തരുന്നുണ്ട്. കൂടാതെ ഒരു 3.3 kW നേരത്തെ കാണിച്ച പോലൊരു സ്ലോ ചാർജറും ഇതിൻ്റെ കൂടെ അവൈലബിൾ ആണ്. ഇതിൻ്റെ ഹോം ഫാസ്റ്റ് ചാർജർ വന്നിട്ട് ഒരു സിംഗിൾ ഫേസ് 7.2 kW ചാർജറാണ്. അതിൻ്റെ ഫോട്ടോസ് വീഡിയോസ് ഞാൻ പിന്നെ അറ്റാച്ച് ചെയ്തതിനകത്ത് ഒരു 10% അല്ലെങ്കിൽ ഒരു 20% നമ്മൾ കുത്തിയിട്ടാലൊരു 4.5 hours ടു ഫുൾ 100% ആവാനായിട്ടൊരു 4.5 മണിക്കൂർ 5 മണിക്കൂർ മാക്സിമം മതി. ഇതിൻ്റെ DC ഫാസ്റ്റ് ചാർജിങ് വന്നിട്ട് ഒരല്പം മിസ്ലീഡിംഗ് ആണ് ടാറ്റയുടെ ആ ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി. 50 kW മെഷീനിൽ കുത്തിയിട്ടാൽ 0 to 85% ഇൻ 58 minutes എന്നാണ് പറയുന്നത്. അത് മിസ്ലീഡിംഗ് ആണ്. കാരണം അത് കാണുന്ന ആൾക്കാർ വിചാരിക്കുന്നത് എന്താ 50 kW റിസീവിങ് കപ്പാസിറ്റി വണ്ടിക്കുണ്ടെന്നാണ്. ഒരിക്കലുമില്ല. വണ്ടിക്ക് മാക്സിമം ഒരു 31-32 kW ടോപ്പ്. 32 ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഇത്ര നാൾ ഉപയോഗിച്ചിട്ടുണ്ടില്ല. ടാറ്റയുടെ തന്നെ മെഷീനിൽ, എക്സികോമിൻ്റെ മെഷീനിൽ, സ്പിന്നിൻ്റെ മെഷീനിൽ, എല്ലാ ടൈപ്പ് മെഷീനിലും വർക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ട്. ഗോയിസിയുടേത്, സിയോണ്ടത്, എല്ലാ ടൈപ്പ് മെഷീനിലും വർക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ട്. നോ ചാൻസ്. കുത്തിയിട്ടാലൊരു 20 to 95% ഈസി ആയിട്ടൊരു 40 minutes കയറി തീരും. ഒരു 300, 320, മാക്സിമം 350. അതിനപ്പുറത്തേക്ക് ഈ വണ്ടിയുടെ ബാറ്ററിക്കകത്ത് നിന്ന് റിയലിസ്റ്റിക് ആയിട്ട് എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് ഈ IDC ഫിഗേഴ്സ് ഇവരൊന്ന് ഒഴിവാക്കി തരണമെന്നുള്ളതാണ് എൻ്റെ ഒരു അപേക്ഷ. ഇപ്പോൾ പക്ഷേ ടാറ്റ മാറിയിട്ടുണ്ട്. പണ്ട് IDC റേഞ്ച് മാത്രമേ പറയുള്ളായിരുന്നു. ഇപ്പം C75 എന്ന് പറയുന്ന ഒരു പുതിയൊരു റേറ്റിംഗും കൂടെ പറയുന്നുണ്ട്. അതായത് 75% ഓഫ് ദ കസ്റ്റമേഴ്സ് അവർക്ക് കിട്ടുന്ന ഒരു റിയൽ വേൾഡ് റേഞ്ച്, അത് C75 എന്നുള്ള ചെല്ലപ്പേരിൽ അവർ പറയുന്നുണ്ട്. അതിൽ കണക്കൂട്ടി നോക്കുമ്പോൾ ഇവന് 290 തൊട്ട് 320 വരെയാണ് കിട്ടുന്നത് കമ്പനി ഈ C75 റേറ്റിംഗ് പ്രകാരം. എന്നാൽ പിന്നെ ഇവർക്ക് ഇത് അഡ്വർടൈസ് ചെയ്താൽ പോരെ. ബാറ്ററി പാക്ക് ഒരു 500 കിലോളം വരുന്ന ബാറ്ററി പാക്ക് വണ്ടിയുടെ ഫ്ലോർ പാനലിൽ തന്നെ വെച്ചിരിക്കുന്നതുകൊണ്ട് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി വളരെ താഴെയാണ്. അപ്പോൾ ഇറ്റ് ഫീൽസ് റിയലി കമ്പോസ്ഡ്. ഭയങ്കര ഒരു ഇരുന്നാണ് യാത്ര ചെയ്യുന്നത്. അങ്ങനെ തെറിപ്പോ കാര്യങ്ങളോ അങ്ങനെയൊന്നുമില്ല. ഒരു 25% താഴെയൊക്കെ ബാറ്ററി എത്തുന്ന സമയത്ത് ഒരു 10 കിലോമീറ്റർ 12 കിലോമീറ്ററിനപ്പുറത്തേക്ക് ബാറ്ററി നമുക്ക് റേഞ്ച് കിട്ടില്ലായിരുന്നു. അത് ബാറ്ററിയുടെ ഒരു ഇൻറ്റേർണൽ ഫോൾട്ടാണെന്നാണ് അവർ പറഞ്ഞത്. എന്ത് റീസൺ കൊണ്ടാണെന്നറിയില്ല. പക്ഷേ സ്റ്റിൽ അവർ നമ്മളോട് ആദ്യം നമുക്ക് സെൽഫ് ചെക്ക് കുറച്ച് പാരാമീറ്റേഴ്സ് ഉണ്ടല്ലോ, നേരെ കൊണ്ടുവന്ന ഉടനെ എടുത്ത് ബാറ്ററി മാറ്റുക എന്നുള്ള പ്രൊസീജിയറിന് പകരം നമ്മളോട് പറഞ്ഞു 20% വരെ ഡ്രെയിൻ ചെയ്യുക, അതിനുശേഷം 3 സ്ലോ ചാർജിങ് ചെയ്യുക എന്ന് പറഞ്ഞു. 3 സ്ലോ ചാർജിങ് നമ്മൾ കൃത്യമായിട്ട് ചെയ്തു. അതിനുശേഷം റിപ്പീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അവർ ബാറ്ററി വാറണ്ടിയിൽ തന്നെ മാറിത്തരാമെന്ന് പറഞ്ഞു. ഞാൻ എന്നിട്ട് 3 സ്ലോ ചാർജിങ് ചെയ്തു, ഇഷ്യൂ റിപ്പീറ്റ് ചെയ്തു, അവർ ബാറ്ററി എനിക്ക് മാറിത്തന്നു. ഒരു 3 to 4 days എടുത്തുള്ളൂ ബാറ്ററി മാറിത്തരാനായിട്ട്. അതിന് പുറകിൽ കുറച്ച് ഹാസിലുണ്ടായിരുന്നു. അതായത് എന്താ, ഈ ബാറ്ററി പാക്ക് അവർ റീകണ്ടീഷൻ ചെയ്ത് സെൽസ് മാത്രം മാറ്റിയിട്ട് തരാമെന്നാണ് ആദ്യം പറഞ്ഞത്. അപ്പം ഞാൻ പറഞ്ഞത് നടക്കില്ല, നമ്മുടെ ട്രോപ്പിക്കൽ സ്റ്റേറ്റാണ്, നമ്മളും വെയിലും മഴയൊക്കെ കൊള്ളുന്ന സ്ഥലമാണ്, ഒരു കാരണവശാലും എനിക്ക് ആ ഒരു സേഫ്റ്റി ഹാസാർഡ് മനസ്സിൽ വെച്ചിട്ട് വണ്ടി ഓടിക്കാൻ പറ്റില്ല, എനിക്ക് പുതിയ ബാറ്ററി പാക്ക് വേണമെന്ന് പറഞ്ഞു. ബാറ്ററി മാറി കിട്ടിയതിന് ശേഷം BMS വളരെ ആക്യുറേറ്റാണ്. വളരെ ആക്യുറേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു 10-20 കിലോമീറ്ററിൻ്റെ ഒരു ഡിഫറൻസ് വരുന്നുള്ളൂ ഇതിനകത്ത് കാണിച്ചിരിക്കുന്ന പ്രൊജക്റ്റഡ് റേഞ്ചും നമുക്ക് ആക്ച്വലി കിട്ടുന്ന റേഞ്ചുമായിട്ട്. അതെനിക്കൊരു നല്ല കാര്യമായിട്ട് തോന്നി. കാരണം ആദ്യം ഇരുന്ന ബാറ്ററിയിൽ നമുക്ക് ചാർജ് ചെയ്ത് കഴിയുമ്പോൾ 450-470 എന്നൊക്കെ കാണിച്ചിട്ട്
ഒരിക്കലും കിട്ടാത്ത ഫിഗർ പറയുമായിരുന്നു. പക്ഷേ ഇപ്പോൾ കുറേ കൂടെ റിയലിസ്റ്റിക്കാണ്. വണ്ടി മാറി ചിന്തിക്കാൻ തുടങ്ങി, പ്രായമാകുന്നതുകൊണ്ടായിരിക്കും. നമുക്ക് ക്യാബിൻ ലൈറ്റ് വരുന്നത് ഇതാണ്. ജസ്റ്റ് LED യൂണിറ്റാണ് വരുന്നത്. ഓഫ്, ഡോറ്, ഓൺ പൊസിഷൻ. ഇതിൻ്റെ ഒരു പ്രോബ്ലം, ഇതിപ്പോൾ പകലായതുകൊണ്ട് ഞാൻ രാത്രി ഞാൻ ഇതിൻ്റെ വേറൊരു ഫുട്ടേജ് കൂടി ഇട്ട് തരാം. നമുക്കിത് ഈ ഒരു പോർഷൻ വരെ ഇതിൻ്റെ വെട്ടം വരുന്നു. പിന്നിലേക്ക് നമുക്കതിൻ്റെ ഒരു ബ്രൈറ്റ്നസ് വെട്ടം കിട്ടില്ല. പിന്നിലിരിക്കുന്ന ഇപ്പോൾ പാരൻസ് ആയിരിക്കും പിന്നിൽ കൂടുതൽ ഇരിക്കുന്നത്. അപ്പം അവർക്ക് ഒരു റീഡിങ്ങിനാണെങ്കിൽ എന്തെങ്കിലും സാധനം താഴത്തേക്ക് പോയാൽ അവർക്ക് വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ ഈ ഒരു ലൈറ്റ്, ഇതൊരു ജനറിക് ലൈറ്റാണ്, കാണാൻ വലിയ ലുക്കൊന്നുമില്ല, പക്ഷേ അസാധ്യ ബ്രൈറ്റ്നസ്സാണ്. ഈ പകലായാലും പോലും നോക്കി ഇത്രയും ഒരു ഇല്ലുമിനേഷൻ അവിടെ കിട്ടുന്നുണ്ട്. നമ്മുടെ ഈ ഒരു മിറർ അഡ്ജസ്റ്റ് ചെയ്യുന്നൊരു നോബ് കണ്ടില്ലേ? ഈ നോബ്, ഇതിനൊരു പ്രോബ്ലം ഉണ്ട്. ടാറ്റയുടെ മിക്കവാറും എല്ലാ വണ്ടിക്കും ഉള്ളതാണ്. അതായത് ഡ്രൈവർ സീറ്റിലിരുന്നിട്ട് നമ്മളിത് ഇത്രയും ഇങ്ങനെ എത്തണം, എന്നിട്ട് വേണം ഇത് അഡ്ജസ്റ്റ് ചെയ്യാൻ. അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമ്മൾ തിരിച്ച് ചാരിയിരിക്കുമ്പം നമുക്ക് വ്യൂ അപ്പോഴും കറക്റ്റ് ആവത്തില്ല. നമ്മൾ ഉദ്ദേശിക്കുന്നൊരു സാധനം മിറർ അഡ്ജസ്റ്റ് ആയോ ഇല്ലയോ എന്ന് അറിയണമെങ്കിൽ നമ്മളൊരു 2 വട്ടം 3 വട്ടം മുന്നിലേക്ക് പോയി അഡ്ജസ്റ്റ് ചെയ്ത് തിരിച്ച് വരണം. അതൊരു എർഗണോമിക് ഫ്ലോ തന്നെയാണ്. പിന്നെ ഇവൻ്റെ സീറ്റ് വെൻറ്റിലേഷനുള്ളൊരു സ്വിച്ച് ഇവിടെ ഇങ്ങനെ ഇട്ടിരിക്കുക. ഇത് നമ്മൾ ഞെക്കിയാൽ അത് ആക്റ്റീവായോ ഇല്ലെങ്കിൽ അത് എത്രാമത്തെ സ്പീഡിലാണ് കിടക്കുന്നതെന്ന് കാണണമെന്നുണ്ടെങ്കിൽ കാണിപ്പയ്യൂരിനെ വിളിക്കേണ്ടി വരും. നമ്മൾ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പം ഇങ്ങനെ കുനിഞ്ഞ് നോക്കേണ്ടി വരും. മനെ വെയിൽ കൊണ്ട് ചായയാണ് മനെ, അടയ്ക്കാൻ മനെ. സൺറൂഫ് അടയും, പക്ഷേ ഷെയ്ഡ് അടയത്തില്ല. അത് ഗസ്റ്റുകൾ പോയതിന് ശേഷം ഞാൻ തന്നെ കഴുകി വെക്കും. ഞാൻ നമ്മുടെ ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ നമ്മൾ എപ്പോഴും ഒരു വാഹനം പർച്ചേസ് ചെയ്യുമ്പോൾ ആദ്യം നമുക്ക് കഴിയുന്നതും ഒരു ടെസ്റ്റ് ഡ്രൈവ് എടുക്കാൻ പറ്റുമെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ അതാണ്. എന്നെ സംബന്ധിച്ച് ഇതിനു മുമ്പ് ഞങ്ങൾക്കൊരു ടിഗോർ ഉണ്ടായിരുന്നു, ഇലക്ട്രിക് തന്നെ. അപ്പം അത് നമ്മളൊരു 2021 അവസാനമായപ്പോഴത്തേക്കും നമ്മൾ വീട്ടിൽ വണ്ടിയുടെ ഉപയോഗം വല്ലാണ്ട് കൂടി, മാസം പെട്രോൾ എക്സ്പെൻസ് വന്നിട്ട് 25,000 ആ റേഞ്ചിലേക്കൊക്കെ പോയി എന്ന് കണ്ടപ്പോഴത്തേക്ക് ഒരു നിവൃത്തിയില്ല നമ്മൾ. പക്ഷേ എന്നാലും അന്ന് നെക്സോൺ EV ഫസ്റ്റ് ജനറേഷന് 18 ലക്ഷം രൂപയ്ക്ക് അടുത്ത് വില ഉണ്ടായിരുന്നു. അപ്പോൾ അത്രയും എടുത്ത് മുടക്കുന്നതിന് പകരം അന്ന് അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും ലീസ്റ്റ് എക്സ്പെൻസീവ് ആയിട്ടുള്ള വെഹിക്കിൾ എന്ന് പറഞ്ഞാൽ ടിഗോർ ആയിരുന്നു. അതും സിട്രോൺ ആർക്കിടെക്ചർ തന്നെയായിരുന്നു. പക്ഷേ അതിലൊന്ന് എടുത്ത് പരീക്ഷിച്ച് നോക്കാമെന്ന് വെച്ച് നമ്മളത് വാങ്ങി ഒരു 11 മാസം നമ്മൾ ഉപയോഗിച്ചു. ഒരു 29,000 കിലോമീറ്ററോളം ഓടി. ഇഷ്ടപ്പെട്ടു, വണ്ടി നല്ലപോലെ ഇഷ്ടപ്പെട്ടു. പ്രോബ്ലംസ് ഉണ്ടായിരുന്നു, ഇല്ലയെന്നല്ല. എ സി ആയിരുന്നു ആ വണ്ടിയുടെ ഏറ്റവും വലിയ പ്രോബ്ലം. ചൂട് കൂടിയ AC കട്ടാവും, ബാറ്ററി ടെമ്പറേച്ചർ കൂടിയ AC കട്ടാവും, മഴ പെയ്യുമ്പം AC കട്ടാവും, വെയിലത്തുകൊണ്ട് പാർക്ക് ചെയ്തിട്ട AC കട്ടാവും. അതായത് AC എപ്പോഴാണ് ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചാൽ അത് വണ്ടിക്കും ദൈവം തമ്പുരാനും മാത്രമേ അറിയാവുള്ളൂ. അത്ര ഒരു അൺസർട്ടനായിട്ട് വർക്ക് ചെയ്തിട്ടുന്നൊരു AC ആയിരുന്നു എൻ്റെ. ഒരുപാട് അപ്ഡേഷൻസും കാര്യങ്ങളൊക്കെ അവർ കൊണ്ടുവന്നു. അതിൻ്റെ PWM മോഡ്യൂൾ മാറ്റി, റേഡിയേറ്ററിൻ്റെ ഫാൻ്റെ ഷൗഡ് ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും മാറ്റി, പ്രത്യേകിച്ച് മാറ്റമൊന്നും ഉണ്ടായില്ല. അപ്പം ലാസ്റ്റ് വന്ന അപ്ഡേഷനും കൂടെ ചെയ്തിട്ട് അത് റെക്ടിഫൈ ചെയ്തതിന് ശേഷമാണ് നമ്മൾ ആ വണ്ടി കൊടുത്തത്. അതിനുശേഷം നെക്സോൺ നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് അടിച്ചില്ല. ഇത് നെക്സോൺ EV മാക്സ് ആണ് മോഡൽ. ഇത് ടെസ്റ്റ് ഡ്രൈവ് അടിച്ചില്ല, കാരണം ടാറ്റ ആയതുകൊണ്ട് നമുക്ക് ഫീച്ചേഴ്സൊക്കെ നമ്മൾ യൂട്യൂബിൽ കണ്ട്, ഞാൻ അതുകൊണ്ടാണ് എല്ലാ റിവ്യൂവിലും എടുത്തെടുത്ത് പറയുന്നത്. ഒരു അവസരം ഉണ്ടെങ്കിൽ ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് തന്നെ മനസ്സിലാക്കണം. കാരണം വണ്ടി എടുക്കാൻ പോകുമ്പോൾ നമ്മൾ കാണുന്ന ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ 1 മണിക്കൂറത്തേക്ക്, ഇല്ലെങ്കിൽ ഒരു അരമണിക്കൂറിൻ്റെ വീഡിയോ, ആ എടുക്കുന്ന ആൾ ചിലപ്പോൾ ഒരു 1-2 മണിക്കൂർ മാത്രമേ അതിൻ്റെ കൂടെ സ്പെൻഡ് ചെയ്യുന്നുണ്ടാവുള്ളൂ. നമ്മൾ ആ വാഹനം പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ലൈഫ് ടൈം മുഴുവൻ നമ്മൾ അതിൻ്റെ കൂടെ സ്പെൻഡ് ചെയ്യണം. അതിൻ്റെ പോരായ്മകളും നല്ല വശം എല്ലാം നമ്മൾ അനുഭവിക്കണം. അപ്പോൾ ഇത് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാതെ എടുത്തതുകൊണ്ട് തന്നെ എനിക്കിതിനകത്ത് കിട്ടിയൊരു വലിയൊരു പ്രോബ്ലം ഇവൻ്റെ ഒരു സീറ്റിംഗ് ആണ്. സീറ്റ് മോശമാണെന്നല്ല, സീറ്റിലിരുന്നാൽ പെഡലുകൾ സെൻറ്ററിലല്ല. സീറ്റും സ്റ്റിയറിംഗ് വീലും സെൻറ്ററാണ്, പെഡലുകൾ ഓഫ് സെറ്റാണ്. അത് ഞാൻ എങ്ങനെ മനസ്സിലാക്കി തരുമെന്ന് അറിയത്തില്ല. അതായത്
നമ്മളൊരു ആംഗിളിൽ ഇരുന്ന് വേണം ഡ്രൈവ് ചെയ്യാൻ. ഇറ്റ് ഈസ് വിയേർഡ്. അപ്പോൾ അത് യൂസ് ടു ആകാം. പക്ഷെ നമുക്ക് ഒരുപാട് നേരം ഇരുന്ന് ഓടിക്കുമ്പോഴത്തേക്ക് ഒരു വിയേർഡ്, എൻ്റെ ശരീരത്തിൻ്റെ ഘടനയുടെ ആണോ എന്ന് എനിക്കറിയത്തില്ല, ഡിഫറെൻറ്റ് ഹൈറ്റ് ഡിഫറെൻറ്റ് ഫ്രെയിമുള്ള ആൾക്കാർക്ക് യുവർ മൈലേജ് മേ വേരി. പക്ഷേ എനിക്ക് ഇരിക്കുമ്പോൾ ലോങ് ഡ്യൂറേഷനൊക്കെ ഇരിക്കുമ്പോഴത്തേക്ക് പ്രത്യേകിച്ച് ഇതിൻ്റെ ലംബാർ സപ്പോർട്ട് ഇത്തിരി വീക്കാണ്. അപ്പം ഞാൻ ഈ ഒരു പില്ലോ, ഇത് ആമസോണിൽ നിന്ന് വാങ്ങിയൊരു പില്ലോ ആണ്. ഇതിങ്ങനെ ഒരു കോണ്ടോറിങ് ഉള്ളൊരു പില്ലോ ആണ്. ഈ പില്ലോ ആണ് ഞാൻ യൂസ് ചെയ്യാറ് ഈ ലോങ് ഡിസ്റ്റൻസ് പോകുമ്പോഴത്തേക്ക് നടുവിന് സുഖം കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ EVകളെ സംബന്ധിച്ച് പൊതുവിലൊരു ആൾക്കാരുടെ ഇടയിലൊരു അഭിപ്രായം എന്ന് പറഞ്ഞാൽ EVകൾക്ക് ടയർ ലൈഫ് വളരെ കുറവാണെന്നാണ്. എനിക്കങ്ങനെ ഒരു അഭിപ്രായമില്ല. മോസ്റ്റ് ആൾക്കാർ, ഈ കംപ്ലൈൻറ്റ് പറയുന്ന ആൾക്കാരും ഒരു ഹയർ എൻഡ് EV പർച്ചേസ് ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. ഇപ്പോൾ അയോണിക് 5 കിയയുടെ EV6 ഇല്ലെങ്കിൽ XEV9 BE6 അങ്ങനത്തെ ഈ 18-19 ഇഞ്ച് ടയർ സൈസിന് മേലേക്ക് ആ ഒരു റേഞ്ചിലേക്ക് വരുന്ന ഇലക്ട്രിക് വെഹിക്കിൾസ് പർച്ചേസ് ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. അബ്സല്യൂട്ട്ലി നോ ഇഷ്യൂസ് വിത്ത് പർച്ചേസിങ് ഓൾ ദോസ്. പക്ഷേ അങ്ങനത്തെ ടയർ പ്രൊഫൈലുള്ള പെട്രോൾ ഡീസൽ കാറുകളാണെങ്കിലും താരതമ്യേന ഇപ്പോൾ നെക്സോൺ ഈ മാക്സ് മോഡലിന് 16 ഇഞ്ച് അലോയാണ്. അപ്പോൾ ആ 16 ഇഞ്ചിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ 18-നും 19-നും തേയ്മാനം കുറച്ചുകൂടെ കൂടുതലായിരിക്കും, സൈഡ് പ്രൊഫൈൽ കുറവായതുകൊണ്ടും. പിന്നെ ആ പറയുന്ന വണ്ടികൾക്കൊക്കെ പവറും ടോർക്കും ഈ പെട്രോൾ ഡീസൽ വണ്ടികളെ പോലെ ഓരോ ഗിയർ മാറുന്ന ആക്സിലേറ്റർ കൊടുത്ത് മറ്റേ ടർബോ സ്പൂൾ ചെയ്ത് പവർ കിക്ക് ചെയ്ത് അങ്ങനെ ഓരോ പരിപാടിയൊന്നുമില്ല. കാല് കൊടുത്താൽ ഇൻസ്റ്റൻറ്റ് ടോർക്കാണ്. അപ്പോൾ ആ ടോർക്ക് മൊത്തം ചിലപ്പോൾ ഓരോ ആക്സിലായിരിക്കും, റിയർ വീൽ ഡ്രൈവ് ആയിരിക്കും, ഫ്രണ്ട് വീൽ ഡ്രൈവ് ആയിരിക്കും. അപ്പോൾ ആ ടയർ തന്നെ കിടന്ന് ബന്ധപ്പെടണം ആ പവർ മുഴുവൻ റോഡിലേക്ക് എത്തിക്കാനായിട്ട്. അപ്പം 18-19 ഇഞ്ച് വീലുള്ള ആൾക്കാരുടെ ടയർ പെട്ടെന്ന് തീരും, സ്വാഭാവികമായിട്ടും തീരും. പക്ഷേ കുറച്ച് കോമൺ സെൻസ് ഉപയോഗിച്ചാൽ മതി. ടയറിലെ എയർ പ്രഷർ കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക, ഒരു ബാർ കൂട്ടിയടിക്കുക, അനാവശ്യമായിട്ടുള്ള ആക്സിലറേഷനോ അനാവശ്യമായിട്ടുള്ള ഹാർഷ് ബ്രേക്കിങ്ങും അവോയ്ഡ് ചെയ്യുക, മാക്സിമം റീജൻ ബ്രേക്സ് യൂസ് ചെയ്യുക. അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ടയർ ലൈഫ് മാക്സിമം നമുക്ക് പ്രൊലോങ് ചെയ്തെടുക്കാം. ഇപ്പോൾ എൻ്റെ കേസിൽ തന്നെ ഇപ്പോൾ 81,255 കിലോമീറ്റർ ആയിട്ടുണ്ട്. അപ്പോൾ ഈ 81,255 കിലോമീറ്റർ ആയ വണ്ടിയിൽ ഇപ്പോഴും കമ്പനി തന്ന MRF വാണ്ടറർ ഇക്കോ ട്രെഡ് എന്ന് പറയുന്ന ആ ടയർ തന്നെയാണ്, സ്റ്റോക്ക് ടയർ തന്നെയാണ് ഇപ്പോഴും കിടക്കുന്നത്, എക്സെപ്റ്റ് 1 ടയർ. ഫ്രണ്ട് ലെഫ്റ്റിലെ ഷോക്ക് ഞാൻ റീപ്ലേസ് ചെയ്തു എന്ന് പറഞ്ഞില്ലേ, ആ ഷോക്കിനൊരു അലൈൻമെൻറ്റ് ഇഷ്യൂ ഉണ്ടായിരുന്നതുകൊണ്ട് യൂഷ്വലി ഞാൻ എല്ലാ 5000-ലും അലൈൻമെൻറ്റ് ചെയ്യാറുള്ളതാണ്. എൻ്റെ സമയക്കേട് എന്നുള്ള പോലെയാണ് ഒരു തവണ ഞാൻ വിട്ടുപോയി. അതെനിക്കൊന്നൊരു 70,000 എന്തോ ആയിരുന്നു. അപ്പോൾ അലൈൻമെൻറ്റ് ചെയ്യാൻ വിട്ടുപോയി. പിന്നെ ഈ ആലപ്പുഴ എറണാകുളം റോഡ് വളരെ മോശമായതുകൊണ്ടും ആ ഷോക്കിന് എന്തോ ഒരു അലൈൻമെൻറ്റ് പ്രോബ്ലം ഉണ്ടായിട്ട് ടയറിൻ്റെ ഇൻസൈഡ് വല്ലാണ്ട് വെട്ടിത്തേഞ്ഞു, ത്രെഡ് വെളി വന്നു. പിന്നെ അത് ബേസിക്കലി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് മാറി. അതുകൊണ്ട് ആ ഒരൊറ്റ ടയർ മാത്രം പുതിയത് വാങ്ങിയിട്ടു. ആയിട്ട് ഫ്രണ്ടിലിട്ടില്ല, ബാക്ക് റൈറ്റിലിട്ടു. അപ്പോൾ ബാക്കിയുള്ള 3 ടയറും സ്റ്റോക്ക് ടയേഴ്സ് തന്നെയാണ്. ടയറിൻ്റെ ഫുട്ടേജ് ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്യാം. അത് ഇനിയും ഒരു 10,000-40,000 കിലോമീറ്റർ എങ്ങനെ ഓടിച്ചാലും പോകും. അപ്പോൾ ഒരു 16 ഇഞ്ച് ടയർ സൈസുള്ള ഇച്ചിരി നമ്മൾ ഒരു നോർമൽ ഡ്രൈവ് ചെയ്യുന്ന രീതിയിലുള്ള ആളാണെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും ഇപ്പോൾ ഈ BYD-യുടെ ഒക്കെ കാര്യം ഞാൻ കേട്ടിട്ടുണ്ട്, 15,000-20,000 കിലോമീറ്റർ പോലും ഓടുന്നില്ല എന്നുള്ളത്. അങ്ങനെയൊന്നുമില്ല. നെക്സോൺ EVയെ സംബന്ധിച്ച് 1 ലക്ഷം 1.25 ലക്ഷം കിലോമീറ്ററൊക്കെ കമ്പനി ടയറിൽ ഓടിയിട്ടുള്ള ആൾക്കാരുണ്ട്. ഇപ്പോൾ ഞാൻ കുറേയൊക്കെ റാഷ് ഡ്രൈവിംഗ് ഉണ്ടായിരുന്നു എടുത്ത സമയത്ത്, അതിനുശേഷമാണ് നമ്മൾ മാറിയത്. എന്നാൽ പോലും എനിക്ക് ഇനി ഒരു 10,000-30,000 കിലോമീറ്റർ, ഒരു 1,10,000 കിലോമീറ്റർ സുഖമായിട്ട് എനിക്ക് ഈ ടയറിനകത്ത് ഓടാൻ പറ്റും. പിന്നെ നമ്മൾ ടയർ പ്രായമാവുന്നത് കൊണ്ട് ഒരു 5 ഇയേഴ്സിന് മുകളിൽ ടയർ വെക്കാൻ പാടില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് നമ്മൾ ടയർ എന്തായാലും ആ മാറിയത് ഒഴിച്ചുള്ള ബാക്കി ടയറെല്ലാം മാറും. അതാണ് ടയറിനെ റിഗാർഡ് ചെയ്ത് പറയാനുള്ളത്. 5 ഇയേഴ്സ് അല്ലെ 1,25,000 കിലോമീറ്റേഴ്സാണ് വെഹിക്കിൾ വാറണ്ടി, എക്സ്ക്ലൂഡിങ് ബാറ്ററി ആൻഡ് മോട്ടർ. ബാറ്ററിക്ക് മോട്ടറിനും 8 ഇയേഴ്സ് അല്ലെങ്കിൽ 1,60,000 കിലോമീറ്റേഴ്സ് വരെ വാറണ്ടി ഉണ്ട്. അപ്പോൾ എനിക്ക് ഇനി ഒരു 4.5 വർഷവും 4.5 വർഷവും ഒരു 80,000 കിലോമീറ്ററും കൂടെ ബാക്കിയുണ്ട് ബാറ്ററിക്ക് മോട്ടറിനും, വിച്ച് ഈസ് ഫെയർ. അതിനുള്ളിൽ എനിക്ക് മോസ്റ്റ്ലി വണ്ടി മുതലാവും. കാരണം 2 ലക്ഷം കിലോമീറ്റർ അടുത്താകുമ്പോഴത്തേക്ക് ഈ വണ്ടിക്ക് വേണ്ടി മുടക്കിയ മൊത്തം തുകയും നമുക്ക് തിരിച്ചു കിട്ടും. വീട്ടിൽ സോളാറുണ്ട്, അതുകൊണ്ട് കാർബൺ ന്യൂട്രലാണ്. നമ്മൾ 0 എക്സ്പെൻഡിച്ചറാണ് ഇലക്ട്രിസിറ്റിക്ക് വേണ്ടിയിട്ട്. ലോങ് ഡിസ്റ്റൻസ് പോകുമ്പോൾ വേണ്ടി മാത്രം
പുറത്തും ചാർജ് ചെയ്യാറുണ്ട്. വളരെ ഇത്ര നാളിനിടയ്ക്ക് ചിലപ്പോൾ ഒരു 10,000 രൂപയ്ക്ക് മാക്സിമം ചാർജ് ചെയ്തതാണ്. അതിനപ്പുറത്തേക്ക് ചാർജ് ചെയ്തിട്ടില്ല. പിന്നെന്താ, സെക്കൻഡ് ഹാൻഡ് പർച്ചേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരോട് എടുക്കുന്ന വാഹനത്തിന് എക്സ്റ്റൻഡ് വാറണ്ടി ഉണ്ടോ എന്ന് ആദ്യം നോക്കാം. ഇല്ലെങ്കിൽ എക്സ്റ്റൻഡ് വാറണ്ടി സെക്കൻഡ് യൂസറിന് അവൈൽ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടോ എന്ന് ഷോറൂമിനോട് ചോദിക്കുക. ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് പോയി എടുത്തു. ബാറ്ററിക്കും മോട്ടറിനും വാറണ്ടി ടാറ്റ സെക്കൻഡ് ഓണറിനും ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കും. ചില ബ്രാൻഡുകൾ കൊടുക്കത്തില്ല. അപ്പം അതുകൊണ്ട് സെക്കൻഡ് എടുക്കുന്നവർക്ക് കുഴപ്പമില്ല. ഹൈ മൈലേജ് വണ്ടി എടുക്കണമെന്ന് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല. വേറൊന്നും കൊണ്ടല്ല, ഈ കൈമാറി ഓടിക്കാൻ മാനുവൽ വണ്ടിക്കുള്ള പ്രശ്നങ്ങളൊന്നും ഇലക്ട്രിക് വണ്ടിക്കില്ല. അത് ആരും ഓടിച്ചാലും എല്ലാം ഒരുപോലെയൊക്കെ തന്നെ ഇരിക്കുള്ളൂ. പക്ഷേ ഒരു ബാറ്ററി പാക്ക് റീപ്ലേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത്രയും നല്ലത്. ബാറ്ററി പാക്ക് റീപ്ലേസ് ചെയ്തിട്ടുള്ള വണ്ടിയാണെങ്കിൽ ഒരു 60-70 ഓടിയ വണ്ടിയാണെങ്കിൽ ഒരു ചിലപ്പോൾ ഒരു അണ്ടർ 10 lakhs ചിലപ്പോൾ കിട്ടും. അണ്ടർ 10 lakhsന് നിങ്ങൾക്ക് ആ ഒരു കാറ്റഗറിയിൽ, ഈ ഒരു കാറ്റഗറിയിൽ നല്ലൊരു വെൽ കെപ്റ്റ് ആയിട്ടുള്ള വണ്ടി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ 100% ധൈര്യമായിട്ട് പോയിക്കോ. വേറൊരു ഓപ്ഷൻ 10 ലക്ഷം രൂപയ്ക്ക് താഴെ നമുക്ക് പിന്നെ കോമറ്റ് മാത്രമേ ഉള്ളൂ. കോമറ്റിൽ പ്രാക്ടിക്കാലിറ്റി ഇഷ്യൂസ് ഉണ്ട് സ്വാഭാവികമായിട്ടുള്ള പോലെ. ധൈര്യമായിട്ട് മേടിക്കാവുന്ന വണ്ടിയാണ്. അറ്റ്ലീസ്റ്റ് നമ്മുടെ നാട്ടിലെ ട്രാഫിക്ക് ഇത്രയും ഭ്രാന്ത് പിടിച്ചവന്മാരെ എൻ്റെ ജീവിതത്തിൽ ഞാൻ വേറെ കണ്ടിട്ടില്ല. പ്രത്യേകിച്ച് പ്രൈവറ്റ് ബസ്സും ഓട്ടോക്കാരും. എന്തെങ്കിലും തട്ടുകേട് സംഭവിച്ചാലും നമ്മളും വണ്ടിയിലുള്ളിൽ ഇരിക്കുന്ന ബാക്കിയുള്ളവരും സേഫായിരിക്കും. വണ്ടിക്ക് ഒരു 1000 രൂപയുടെ പെയിൻറ്റ് കാശാവുള്ളൂ. ഞാനീ പറയുന്നത് ടാറ്റ ഉപയോഗിക്കുന്നവർക്കറിയാം. തട്ടിയാലും നമ്മൾ വീട്ടിൽ വന്ന് ഇച്ചിരി കോൾഗേറ്റ് ഒരു തുണിയും കൊണ്ട് പിടിച്ചു കഴിഞ്ഞാൽ അതിങ്ങ് പോരും. സ്വന്തമായിട്ട് സ്റ്റീൽ കമ്പനി ഉള്ളതിൻ്റെ അഹങ്കാരവന്മാർക്ക് ഈ പടച്ചു വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുമ്മാ അകത്തെ പ്ലാസ്റ്റിക്സ് ഒക്കെ വെരി വെരി ആവറേജ്. എല്ലാം ഹാർഡ് സ്ക്രാച്ചി പ്ലാസ്റ്റിക്സ് ആണ്. ഒരു മറ്റേ കോമൺ ടച്ച് പോയിൻറ്റ്സിലൊന്നും അങ്ങനെ വലിയ സോഫ്റ്റ് ആയിട്ടുള്ള ടച്ച് മെറ്റീരിയൽസ് ഒന്നും കൊടുത്തിട്ടില്ല. പക്ഷേ ഇറ്റ് ഈസ് വാട്ട് ഇറ്റ് ഈസ്. ഞാൻ 100% സന്തുഷ്ടനാണോ എന്ന് ചോദിച്ചാൽ അല്ല. പക്ഷേ ഒരു 95% സന്തുഷ്ടനാണ്. എസ്പെഷ്യലി ആഫ്റ്റർ ദാറ്റ് ബാറ്ററി ചേഞ്ച്. പരിമിതികളുണ്ട്, അവൻ്റെ ഡിസൈൻഡ് ആയിട്ടുള്ള പരിമിതികളുണ്ട്, അവൻ്റെ മാനുഫാക്ചററിൻ്റെ സർവീസ് രീതിയിലുള്ള പരിമിതികളുണ്ട്, ഒരുപാടുണ്ട്. പക്ഷേ ഇപ്പം ഓൾസോ നിങ്ങളൊരു EV യൂസറാണ്, ടാറ്റ EV യൂസറാണെങ്കിൽ ഒരു കാരണവശാലും ഇനി റെഗുലർ ടാറ്റയുടെ സർവീസ് സെൻ്ററുകളിലേക്ക് പോകരുത്. ടാറ്റ ഇപ്പോൾ എറണാകുളത്തുള്ളവരാണെങ്കിൽ നെട്ടൂർ ലെക്സോൺ മോട്ടോഴ്സിന് എക്സ്ക്ലൂസീവായിട്ട് EVക്ക് വേണ്ടി മാത്രം ഒരു സർവീസ് സെൻറ്റർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഡെക്കാത്രോൺ പോലെ ഭയങ്കര സ്ഥലമാണ്. പാർക്കിംഗ് ആണെങ്കിലും അവരുടെ സർവീസ് സെൻ്റർ ആണെങ്കിലും ഒരു ഗ്ലാസ് ഇട്ടിട്ട് ഭയങ്കര ട്രാൻസ്പെറൻ്റ്. നമുക്ക് അവരുടെ ചെയ്യുന്നത് നമുക്ക് പുറത്തിരുന്ന് കാണാൻ പറ്റും. ഹൈലി പ്രൊഫഷണലാണ്. കഴിഞ്ഞ തവണ ഇത് 80,000 സർവീസ് കൊടുത്തപ്പോഴത്തേക്ക് ഞാനും എൻ്റെ ഫാദറും ഇത്രയും വർഷം കാണാത്തൊരു തരത്തിലുള്ള ടാറ്റയുടെ ഒരു എക്സ്പീരിയൻസാണ് നമുക്ക് കിട്ടിയത്. അതായത് സാറേ, ബാക്കിലെ ടയറിൻ്റെ ഒരു ലഗ്നട്ട് പോയിട്ടുണ്ടായിരുന്നു. ഇതൊന്നും ഒരു ടാറ്റ ഡീലർഷിപ്പ് ഇന്നേ നാൾ വരെ നോക്കിയിട്ടില്ല. പിന്നെ ഓക്സിലറി ബാറ്ററി എൻഡ് ഓഫ് ലൈഫാണ് സാർ, അത് നമുക്ക് ഉടനെ തന്നെ മാറേണ്ടി വരും എന്ന് പറഞ്ഞു. ഞങ്ങളിങ്ങനെ ആലോചിക്കുമായിരുന്നു, ഇത് ടാറ്റ തന്നെ, ഇത് നമ്മളൊരു കംപ്ലൈൻ്റ് ആയിട്ട് കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ കംപ്ലൈൻറ്റിൻ്റെ പേരിൽ പിടിച്ചിട്ടുകൊണ്ടിരുന്ന ടീമാണ്. അപ്പോൾ അവർ കൊള്ളാം. ലെക്സോണിൻ്റെ ഇലക്ട്രിക് ഓൺലി സർവീസ് സെൻ്ററാണ്, നെട്ടൂരാണ്. അടിപൊളിയാണ്, പറയാതിരിക്കാൻ വയ്യ. സർവീസ് കോസ്റ്റ് ആണെങ്കിലും വെരി 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 റീസണബിൾ. 2000 രൂപ അടുത്തെന്തോ ആണ് വാങ്ങിയത്. ക്യാബിൻ ഫിൽറ്റർ മാറി, മോട്ടറിൻ്റെ ഓയിൽ മാറി, പിന്നെ ഒരു ജനറൽ ചെക്കപ്പ് സർവീസ്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടു. അടിപൊളി, നല്ല പെരുമാറ്റം, നല്ല ക്രാഫ്റ്റ്സ്മാൻഷിപ്പ്, നല്ല പ്രൊഫഷണലിസം. എന്തുകൊണ്ടും ഞാനിപ്പോൾ ഭയങ്കര ഹാപ്പിയാണ്. കാരണം എനിക്കൊരു നല്ല റിലയബിൾ സർവീസ് സെൻറ്റർ കിട്ടിയ എൻ്റെ ഒരു ഹാപ്പിനെസ്സിലാണ് ഞാൻ ഇരിക്കുന്നത്. അപ്പോൾ ഇതാണ് എൻ്റെ നെക്സോൺ EV മാക്സുമായിട്ടുള്ള എൻ്റെ ഒരു ജേണി. ഇവനെ നമ്മുടെ വീട്ടിലൊരു ലോങ് ടേമറായിട്ട് തന്നെയാണ് വാങ്ങിയത്. ഇവൻ്റെ എൻഡ് ഓഫ് ലൈഫ് വരെ നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും. അപ്പോൾ ഇതായിരുന്നു എൻ്റെ ഒരു റിവ്യൂ. ഓൾ തിങ്സ് കൺസിഡേർഡിൽ ഇത് 2ാമത്തെ റിവ്യൂ ആണ്. ഇതൊരു വെരി ലോങ് ടേം റിവ്യൂ ആണ്. 80,000-81,000 കിലോമീറ്റർ ഓടിയതിന് ശേഷം തരുന്നൊരു റിയൽ കസ്റ്റമർ ഫീഡ്ബാക്കാണ്. അപ്പം മറ്റൊരു പുതിയ വീഡിയോയുമായി കാണുന്നത് വരെ ബൈ. ട്രക്കിംഗ് കൊള്ളാമല്ലോ അല്ലേ, എന്നെ തന്നെ കിട്ടുന്നുണ്ടല്ലോ, എടുത്തേക്കണേ. ഞാൻ വളഞ്ഞൊക്കെ പോയത് തന്നെ തോന്നുന്നു. അതുപോലെ തന്നെ താഴത്തേക്ക് പോകും. രാവിലെ തന്നെ ഒരുമാതിരി വെയിൽ കത്തുവാ നിന്ന്.
ഒന്നുകൂടെ പോയിട്ട് വരാം. നടപ്പത്ര ശരിയായില്ല. അപ്പോൾ വണ്ടിയെല്ലാം പോട്ടെ. വണ്ടി ഭയങ്കര ശല്യം, എല്ലാ ആംഗിളിൽ നിന്നും എവിടെ വെച്ചാലും വണ്ടിയാണ്. ഈ വരുന്ന വണ്ടിക്കൊന്നും എക്സോസ്റ്റും ഇല്ലെന്ന് തോന്നുന്നു. എന്തോ ശബ്ദമാണ് ഇത്. കഴിഞ്ഞു, തീർന്നു, ആശ്വാസം. അതും കൂടെ പോട്ടെ. നമ്മളെവിടെ പറഞ്ഞു നിർത്തിയത്? പിങ് 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 പിങ്.